എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കാശ്മീരിൽ എന്ത് സംഭവിക്കുന്നു. വാട്ട് ഹാപ്പൻസ് ഇൻ കാശ്മീർ. 65 വർഷം പഴക്കമുള്ള ഒരു കരാർ മരവിപ്പിച്ചിരിക്കുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് മരവിപ്പിക്കുകയല്ല, അത് റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നു. 1960 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്ന അയൂബ് ഖാൻ തമ്മിൽ എഴുതിയുണ്ടാക്കിയൊരു കരാറാണ് സിന്ധുവിനെ അടിസ്ഥാനപ്പെടുത്തിയൊരു കരാർ. സിന്ധു നദിയുടെ ജലം എങ്ങനെ പങ്കിടും? അതിനെ വിളിക്കുന്ന സിന്ധു ജല കരാർ എന്നാണ്. സിന്ധു നദി ജലക്കരാർ, സിന്ധു റിവർ വാട്ടർ കോൺട്രാക്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കരാറായിരുന്നു. ഇതും പ്രകാരം പാകിസ്ഥാന് മതിയായ വെള്ളം, ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം പാകിസ്ഥാനിലേക്ക് തിരിച്ചുവിടാൻ. ഈ 65 വർഷമായിട്ട് അതിങ്ങനെ തുടരുകയാണ്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധങ്ങൾ നടന്ന സമയത്ത് പോലും ഈ കരാർ റദ്ദാക്കപ്പെട്ടിരുന്നില്ല. അങ്ങനെ അഭംഗുരം തുടർന്നിരുന്ന കരാറ് ഇപ്പോൾ റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും? പ്രധാനമായും തെക്കൻ പാകിസ്ഥാനിലെ കൃഷിയെ ഇന്ന് ബാധിക്കും. വരൾച്ച ഉണ്ടാക്കും. ജലം കിട്ടാതെ കൃഷി മുറിച്ചു പോകും. അതുപോലെ കുടിവെള്ളത്തിനും ബുദ്ധിമുട്ടുണ്ടാകും. ആരോ പറഞ്ഞിട്ടുണ്ട് അടുത്ത യുദ്ധം കുടിവെള്ളത്തിന് വേണ്ടിയാണെന്ന്. അടുത്ത ലോകമഹായുദ്ധം കുടിവെള്ളത്തിന് വേണ്ടിയാണെന്ന് ഉള്ള പ്രവചനത്തിൻ്റെ തുടക്കമാണോ ഇത്? എന്തായാലും ശരി, ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ് ഈ കരാർ റദ്ദാക്കിയത്. പിന്നെ നമ്മൾ ഇന്നലെ രാത്രിയിൽ നമ്മുടെ ഫോറിൻ സെക്രട്ടറി പ്രഖ്യാപിച്ചതനുസരിച്ച് രണ്ടാമത് കണ്ടതെന്താ? വാഗാർ അട്ടാർ അതിർത്തി അടച്ചിട്ടിരിക്കുന്നു. ഈ വാഗ അട്ടാർ അതിർത്തി അടച്ചിട്ടതിലൂടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇനിയും ഇരു രാജ്യങ്ങളിലെയും വ്യാപാരത്തെ ബാധിക്കാൻ പോവുകയാണ്. പച്ചക്കറി പോലും ഇന്ത്യയിൽ നിന്നാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഭക്ഷണത്തെ പോലും ബാധിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നീങ്ങാൻ പോവുകയാണ്. ഇവിടെ യാത്രാ തടസ്സം മാത്രമല്ല, ഭക്ഷണത്തെ പോലും ബാധിക്കുന്ന രീതിയിൽ ഈ അതിർത്തി അടയ്ക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ നമ്മളിന്ന് രാത്രി കേട്ട മറ്റൊരു പ്രഖ്യാപനം, അറ്റാഷെ പോസ്റ്റ് ഇല്ലാതെ അറ്റാഷയെ തിരിച്ചു വിളിക്കാൻ തീരുമാനം. അറ്റാഷെ എന്ന് പറഞ്ഞാൽ ഈ ഹൈക്കമ്മീഷനിൽ ഉള്ള ഒരു പോസ്റ്റാണത്. സേനയെ ഉപദേശിക്കാനുള്ള ഒരു പോസ്റ്റാണ്. അവരെ തിരിച്ചു വിളിക്കണം എന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു. പിന്നെ നമ്മൾ ഇത് മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, രാത്രിയിൽ കേട്ടൊരു കാര്യം, ഇന്ത്യൻ ഫോറിൻ വകുപ്പിൻ്റെ വക്താവ് ഇന്നലെ പ്രഖ്യാപിച്ചനുസരിച്ച് ഇരു രാജ്യങ്ങളിലെയും നയതന്ത്ര ബന്ധങ്ങൾ മിനിമത്തിലാക്കാൻ പോകുകയാണ്. വളരെ പരിമിതപ്പെടുത്താൻ പോകുന്നു. അതുപോലെ പാകിസ്ഥാനിൽ നിന്നിപ്പോൾ വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന ആളുകളുടെ വിസ 48 മണിക്കൂറിനുള്ളിൽ റദ്ദ് ചെയ്യും. 48 മണിക്കൂറിനുള്ളിൽ എല്ലാം തിരിച്ചു പോകണം. എന്താണ് ഈ കാരണം? വെറുതെ ഉണ്ടായതല്ലല്ലോ. ഇതിനുണ്ടായ പെട്ടെന്നുള്ള പ്രൊവക്കേഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ,
ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഏപ്രിൽ 22 ചൊവ്വാഴ്ച 2:30 കാശ്മീരിൽ അതിർത്തി കടത്തിവിട്ട ഭീകരത വലിയ കുഴപ്പം സൃഷ്ടിച്ചു. എക്കാലവും ഒരു പ്രശ്നമാണ് അതിർത്തി കടന്നു വരുന്ന ഭീകരത. 1919 ഫെബ്രുവരി മാസത്തിൽ നമ്മൾ കണ്ടു പുൽവാലയിൽ അത് സംഭവിച്ചു. പാകിസ്ഥാൻ കടത്തിവിട്ട ഭീകരത. നമ്മുടെ 36 CRPF ജവാന്മാരാണ് മരിച്ചു വീണത്. 40ഓളം ആളുകൾ മൊത്തം മരിച്ചു. വലിയ പ്രശ്നമായി. അതിനു മുമ്പേയുമുണ്ട് ചെറുതും വലുതുമായ സംഘടനകൾ അതിർത്തി ലംഘിച്ചുള്ള വരവ്. ക്രോസ് ബോർഡർ ടെററിസം ഇത് പാകിസ്ഥാനിലെ ഒരു പ്രത്യേകതയാണ്. ഇവിടുത്തെ ഒരു ഹോൾസെയിൽ ബിസിനസ് അത് എടുത്തിരിക്കുക. POK പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന പ്രദേശം, ആ പ്രദേശത്തെ ഭീകരതയാണ് വളർത്തിയെടുക്കുന്നത്. ട്രെയിനിങ് സെന്റേഴ്സ് ഇഷ്ടം പോലെ, പരിശീലന കേന്ദ്രങ്ങളാണ്, ടെററിസത്തിനുള്ള പരിശീലന കേന്ദ്രങ്ങൾ. അങ്ങനെ ടെററിസ്റ്റുകളെ വാർത്തെടുക്കി ക്രോസ് ബോർഡർ ടെററിസം ഒരു വലിയ ബിസിനസ്സായി അവിടെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രദേശത്തെ ലഷ്കർ-ഇ-തയ്യബ പോലെയുള്ള ഭീകര സംഘടനകളാണ് നേതൃത്വം കൊടുക്കുന്നത്. പാകിസ്ഥാന്റെ ISI. ഇങ്ങനെ ഭീകര സംഘടനകൾ കൊടികുത്തി വാഴുന്ന സ്ഥലമാണത്. അവരുടെ നേതൃത്വത്തിലാണ് ഭീകരന്മാരെ അവിടെ ട്രെയിൻ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ട്രെയിനിങ് ലഭിച്ച ആളുകളാണ് ഈ ചൊവ്വാഴ്ച മുമ്പേ പറഞ്ഞ ഏപ്രിൽ 22 ചൊവ്വാഴ്ച 2:30 കടന്നു കയറി വന്നത്. അവർ വന്നിട്ട് എന്ത് ചെയ്തു? പഹൽഗാം എന്ന ഗ്രാമം കൈയടക്കി. 4 ടെററിസ്റ്റുകൾ. ടൂറിസ്റ്റുകൾ വരുന്നൊരു സീസണാണിത്. കേരളം ഉൾപ്പെടെ. പഴയ കാശ്മീർ അല്ലത്. കാശ്മീരിന്റെ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചെടുക്കുന്ന ഒരു 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 കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഓരോ മാസവും 2 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയിൽ ടൂറിസ്റ്റുകൾ അവിടെ വരുന്നുണ്ട്. 2023 മാത്രം 2.5 കോടി ആളുകൾ അവിടെ വന്നു. 2024 ഇപ്പോഴായപ്പോൾ തന്നെ 2 കോടി കഴിഞ്ഞു. ഒരു നഷ്ടപ്രതാപത്തെ വീണ്ടെടുക്കുകയാണ്. ഇങ്ങനെ വന്ന കുറെ ടൂറിസ്റ്റുകളിൽ 26 പേരെയാണ് ഇപ്പോൾ വകവരുത്തിയിരിക്കുന്നത്. അതിനവർ അനുവർത്തിച്ച ഒരു പ്രിൻസിപ്പിൾ എന്താ? എന്ന മതം നോക്കുക. ഓരോരുത്തരെയും വിളിച്ചു മാറ്റി നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണെന്ന് ചോദിക്കുക, ആധാർ കാർഡുകൾ പരിശോധിക്കുക, തങ്ങളുടെ മതത്തിൽപ്പെടാത്ത ആളുകളെ വെടിവെച്ച് കൊള്ളുക. ഇത് ഹീനമായൊരു കാര്യമാണ്, ഏറ്റവും ഹീനമായൊരു കാര്യമാണ്. എൻ്റെ മതത്തിൽപ്പെടാത്ത ആളുകളെ കൊല്ലാൻ ആണ് എൻ്റെ വിശ്വാസം എന്നെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ ആ വിശ്വാസം അത്ര പന്തിയുള്ളതല്ല. മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയാത്ത വിശ്വാസം കൊണ്ട് എന്ത് കാര്യം? അതുകൊണ്ട് മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ കൊല്ലുക, തങ്ങളുടേതല്ലാത്ത മതങ്ങളിൽപ്പെട്ട ആളുകളെ കൊന്നിട്ട് വീരസ്വർഗം പ്രാപിക്കുക. 26 പേരെയാണ് കൊന്ന് കള്ളിയത്. എത്ര വേസ്റ്റ് ഒരു പ്രവണതയാണ്. 21ാം നൂറ്റാണ്ടിൽ നമ്മൾ ജീവിക്കുക. നമ്മുടെ മതത്തിൽപ്പെടാത്ത ആളുകളെ നമ്മൾ കൊല ചെയ്യുക. അതിനാണ് നമ്മുടെ വിദ്യാഭ്യാസം നമ്മളെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ
ആ വിദ്യാഭ്യാസത്തിൽ എന്തോ തകരാറുണ്ട്. ഇൻഡോക്ട്രിനേഷൻ വരുത്തുന്ന തകരാറുണ്ട്. എല്ലാ മതങ്ങളും ഇത് മനസ്സിലാക്കണം. ആരാധനാലയങ്ങളിൽ ഇൻഡോക്ട്രിനേഷൻ കൂടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അന്യമതവിരോധമായിരിക്കും. സ്വന്തം മതത്തെ സ്നേഹിക്കാനും വളർത്താനും ഉള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അന്യമതവിരോധമാണെങ്കിൽ അത് അപകടകരമായ ട്രെൻഡാണ്. അതാണ് ഇന്നലെ കാശ്മീരിൽ കണ്ടത്. 26 പേരെ ഈ ഭീകരന്മാർ കൊല ചെയ്തിരിക്കുന്നു. സന്ദർശകരായി വന്ന ആളുകൾ. ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ISIന്റെ പിന്നിലുണ്ട്. ലഷ്കർ ഇ തോയ്ബ ഇതിന് പിന്നിലുണ്ട്. അവർ ട്രെയിൻ ചെയ്ത ആളുകളാണിത്. അതുപോലെ തന്നെ ദ റെസിഡന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഇവരുടെ ഒരു വാലുണ്ട്. ഈ ലഷ്കർ ഇ തോയ്ബയുടെ ഒരു വാലാണിത്. ദ റെസിഡന്റ് ഫ്രണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന് അതിർത്തി ലംഘിച്ച് ഈ ഭീകരത വിതരണം ചെയ്യുകയാണ്. പാകിസ്ഥാനികളായ 2 ഭീകരന്മാർ ഈ കൂട്ടത്തിലുണ്ട്. 4 പേരിൽ 2 പേരും പാകിസ്ഥാനികളാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ എത്ര നിഷേധിച്ചാലും അവരുടെ പങ്ക് വളരെ വ്യക്തമാണ്. എന്താണ് അവര് ഈ വിരൽ പിടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോഴ്? ഒന്നാമത്, കാശ്മീർ നോർമൽസിയിലേക്ക് നീങ്ങുന്നു. സാധാരണ സ്ഥിതി അവിടെ പുനഃസ്ഥാപിക്കുകയാണ്. അവിടെ ജീവിതം ഒന്ന് പച്ച പിടിച്ചു വരുന്നു. ഭീകരത മൂലം ആ സംസ്ഥാനം തകർന്നു എന്ന് അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നു. അവിടെ ലോക്കൽ സപ്പോർട്ട് കുറയുന്നു ഭീകരന്മാരുടെ. ടൂറിസ്റ്റുകൾ വരുന്നു, പോകുന്നു. കേരളത്തിലെ കുഗ്രാമങ്ങളിൽ നിന്ന് പോലും ഇപ്പോൾ കാശ്മീരിൽ ആളുകൾ പോകുന്നുണ്ട്. കാരണം ചെലവ് കുറഞ്ഞ് പ്രകൃതി മനോഹരമായ ദേശത്ത് വന്ന് അത് ആസ്വദിക്കാം. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ ആ സ്വർഗം ഇതാണെന്ന് പണ്ഡിറ്റ് നെഹ്റു പണ്ട് പറഞ്ഞിട്ടുണ്ട്. പ്രകൃതി അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു പ്രദേശം. അങ്ങ് വടക്കേ അറ്റത്തുള്ള സുന്ദരി, ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സുന്ദരിയാണ് കാശ്മീർ. ഭാരതാംബയുടെ സുന്ദരിയായ പുത്രി. ആ പുത്രിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. വളരെ ചെലവ് കുറഞ്ഞ് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് തിരിച്ചു പോകാൻ. ഒന്നാമത്തെ ലക്ഷ്യം അതാണ്. കാശ്മീരിൻ്റെ നോർമൽസിയുടെ വളർച്ചയിൽ വിരളിവുണ്ട്. കാശ്മീരിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിക്കൊരു മാറ്റം ഉണ്ടാകുന്നത്. രണ്ടാമത്, നമ്മുടെ രാജ്യത്തെ അസ്ഥിരീകരിക്കാനാണ് ഭീകരന്മാർ ശ്രമിക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ സ്ഥിരത ഇല്ലാതാക്കുക, പുരോഗതിയുടെ സ്ഥിരത ഇല്ലാതാക്കുക, ഡീസ്റ്റെബിലൈസ് ചെയ്യുക. ഡീസ്റ്റെബിലൈസിങ് ഫോഴ്സ് ആണ് ഇന്ന് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കാശ്മീരിൽ നിന്ന് ഞങ്ങളുടെ കിട്ടിയിരിക്കും. ഭീകര സംഘടനകൾക്ക് കാശുണ്ട്, വിലയ്ക്ക് വാങ്ങാം, എവിടെയും കിട്ടും. അപ്പൊ കാശ്മീരിനെ നോർമലാകാൻ സമ്മതിക്കുന്നില്ല. നോർമലാകുന്ന അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. രണ്ടാമത്, നമ്മുടെ രാജ്യത്തെ അസ്ഥിരീകരിക്കണം. മൂന്നാമത് നമ്മൾ കാണേണ്ട വിഷയം, പാകിസ്ഥാൻ ഈസ് എ നേഷൻ ഓഫ് ഫെയിലുവർ. ഇറ്റ്സ് എ ഫെയിൽഡ് നേഷൻ. ഒരു മുസ്ലിമുണ്ട്, പാകിസ്ഥാൻ ഈസ് എ ഫെയിൽഡ് നേഷൻ. പരാജയപ്പെട്ട രാഷ്ട്രമാണ് പാകിസ്ഥാൻ. നമുക്ക് 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിച്ചതെങ്കിൽ അവർക്ക് ഒരു ദിവസം മുമ്പ് കിട്ടി, ഓഗസ്റ്റ് 14 കിട്ടി. പക്ഷെ എന്താ സ്ഥിതി? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തട്ടിച്ചു നോക്കാനുള്ള സ്ഥിതി എന്താ? പാകിസ്ഥാൻ എങ്ങുമല്ല. ഒരു കാലത്ത്
അവർക്ക് ചില ലോകരാഷ്ട്രങ്ങളുടെയൊക്കെ പിന്തുണയുണ്ടായിരുന്നു. ഉദാഹരണം അമേരിക്കയുടെ പിന്തുണ ഉണ്ടായിരുന്നു. ചൈന, ഇന്ത്യ വിരോധം കൊണ്ട് ചൈനയ്ക്ക് പാകിസ്ഥാൻ ഒരു പ്രധാന ഘടകമായിരുന്നു. പാകിസ്ഥാനെ അവർ സപ്പോർട്ട് ചെയ്തിരുന്നു പല കാര്യങ്ങളിൽ. എന്നാൽ അതിൻ്റെ ചിത്രം മാറിയിരിക്കുന്നു. ഇപ്പോഴത്തെ ആക്രമണത്തെ അമേരിക്ക അപലപിച്ചു, ചൈന അപലപിച്ചു. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ഭീകര ആക്രമണം നടക്കുന്നത്. അപ്പം അത്തരം രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ ബാധിക്കപ്പെടുന്ന സ്ഥിതി ഒന്നും ശരിയാകുന്നില്ല എന്ന് പഠിത്തമാണ്. അമേരിക്കയെ പോലും ബോധ്യപ്പെടുത്തണം. ഇവിടെ ക്രമസമാധാനമാകെ തകരാറിലാണ്, കാശ്മീരിലാകെ കുഴപ്പമാണ് എന്ന് വരുത്താൻ വേണ്ടി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് രാജ്യം സന്ദർശിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ഭീകര ആക്രമണം പ്ലാൻ ചെയ്തത്. അതുമാത്രമല്ല, നമ്മുടെ പ്രധാനമന്ത്രി സൗദി സന്ദർശിക്കുകയാണ്. സൗദിയുമായിട്ട് നല്ല ബന്ധത്തിലേക്ക് പോകാൻ എല്ലാം ചെയ്യുക. സൗദി പാകിസ്ഥാനും തമ്മിൽ വലിയ ബന്ധമായിരുന്നു. പക്ഷെ സൗദി പോലും അപലപിക്കാൻ തയ്യാറായിരിക്കുന്നു പാകിസ്ഥാനി. അപ്പം ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയുടെ കൂടെയാണ്. സാർവദേശീയ അഭിപ്രായം ഇന്ത്യക്ക് അനുകൂലമാണ്. അത് റഷ്യ മാത്രമല്ല. പണ്ട് റഷ്യ ആണല്ലോ എപ്പോഴും നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്നത്. റഷ്യ മാത്രമല്ല, അമേരിക്കയും ചൈനയും ഉൾപ്പെടെ, ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലും നമ്മുടെ ആ സ്റ്റേറ്റസിനൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇന്ത്യക്കുള്ള സാർവദേശീയ അംഗീകാരം അത് പാകിസ്ഥാനെ കണ്ണുകടി ഉണ്ടാക്കുന്നത്. ഈ കണ്ണുകടിയാണ് ഇതിനകത്ത് പ്രധാന വിഷയം. അവരോന്നൊന്നാകില്ല. അപ്പം അയലത്തുകാരായ നമ്മൾ നന്നാകുന്നത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ പല വിഷയങ്ങൾ ഇതിനകത്ത് അന്തർഭവിച്ചിട്ടുണ്ട്. എത്ര മനോഹരമായൊരു നാടാണത്. ഹിമാലയ ഗിരിശൃംഗങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആ സ്റ്റേറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹിമാലയത്തിൽ നിന്ന് പുറപ്പെടുന്ന നദികൾ, ആ നദിയിലെ വെള്ളം എത്ര ശുദ്ധമാണ്, ഗംഗാജലമൊക്കെ എത്ര ശുദ്ധമാണ്. അപ്പം ഗിരിശൃംഗങ്ങളുടെ നാടായ, ദൈവം കനിഞ്ഞനുഗ്രഹിച്ച ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വേണേൽ വിശേഷിപ്പിക്കാവുന്ന ഈ കാശ്മീരിൽ കുഴപ്പമാണെന്ന് വരുത്താം. ആ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം നിലവാരം ഉയർത്തുവാൻ അനുവദിക്കില്ല. കാരണം അവരെ പിന്നെ ഭീകരപ്രവർത്തനത്തിന് കിട്ടുന്നില്ല. അധികാലങ്ങളിൽ വലിയ പലരെയും ഒരു ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിച്ചിരുന്നു. ഇപ്പം അവർക്കെല്ലാം കാര്യം മനസ്സിലായി. കാശ്മീരിൻ്റെ പ്രത്യേക സ്റ്റേറ്റ് പദവി മാറ്റിയിട്ട് കാശ്മീർ ഇപ്പോൾ സ്റ്റേറ്റ് ആയി കഴിഞ്ഞു, മറ്റേത് സ്റ്റേറ്റുകളെ പോലെ. മാത്രമല്ല, അടുത്ത സമയത്താണ് നമ്മൾ തെരഞ്ഞെടുപ്പിനെ ഒന്ന് പരിശോധിച്ചാൽ കാണാൻ പറ്റും. ആളുകൾ ഒന്ന് വോട്ട് ചെയ്തു. പണ്ട് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ വോട്ട് ചെയ്യാനാണില്ല, പേടിയാണ്. ഭാരതവുമായിട്ട് സഹകരിക്കില്ല, ഇലക്ഷനുമായിട്ട് സഹകരിക്കില്ല. എന്നാൽ ഇപ്പോഴല്ല, ആളുകൾ ഒന്ന് കാര്യമായിട്ട് വോട്ട് ചെയ്തു. വലിയ ശതമാനത്തിൽ വോട്ട് ചെയ്തു. ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ജനകീയ സർക്കാർ അവിടെ വക്കും. അവിടെ കാര്യങ്ങൾ ഏതാണ്ട് ഭംഗിയായിട്ട് നടന്നു പോകുന്നു എന്നുള്ളത് നമ്മുടെ അയൽക്കാർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പാകിസ്ഥാന്റെ ഒരു സ്ഥിതി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവിടെ ജനാധിപത്യം ഇല്ലല്ലോ. അവിടെ പട്ടാള ഭരണമല്ല. എപ്പോഴും പട്ടാളത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇനി ഇലക്ഷൻ നടന്നാലും ജനകീയ പ്രധാനമന്ത്രി വന്നാലും പട്ടാളം തീരുമാനിക്കുന്നില്ല. അപ്പം ജനാധിപത്യം സുല്ലിട്ട് പോയ രാജ്യമാണത്. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്, പരാജയപ്പെട്ട രാജ്യമാണ്. അവിടുത്തെ ഇക്കോണമിയുടെ സ്ഥിതി എന്താ? സമ്പദ്ഘടന ആകെ പരിതാപകരമാണ്, അതിദയനീയമാണ് അതിൻ്റെ സമ്പദ്ഘടന. ആഭ്യന്തര കലാപങ്ങൾ വേറെ ഉണ്ട്. ബലൂചിസ്ഥാൻ എനിക്ക് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അവർക്ക് സ്വാതന്ത്ര്യം വേണം.
ചൈനയ്ക്കും അതിൽ താല്പര്യമുണ്ട്. അപ്പോൾ ആഭ്യന്തരമായിട്ടുള്ള ആ കലാപത്തിൽ ശ്രദ്ധ മാറ്റണം. ഇങ്ങനെ പല കാര്യങ്ങൾ ഒന്നിച്ച് ചേർന്നാണ് ഈ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ എന്ന രാജ്യം തകർച്ചയുടെ മുക്കിലാണ്. ഒരു മതരാഷ്ട്രമാണത്. എല്ലാ മതരാഷ്ട്രങ്ങളിലും സംഭവിക്കും. ഈ രാഷ്ട്രീയവും മതവും തമ്മിൽ കലർത്തിയാൽ അത് വളരെ ദോഷം ചെയ്യും. ഒരിക്കൽ യേശു ക്രിസ്തുവിനോട് ചോദിച്ചു, സീസറിന് കരം കൊടുക്കുന്നത് ശരിയാണോ? എടുത്ത ആളെ ക്രിസ്തു പറഞ്ഞു, നിങ്ങളൊരു നാണയം കൊണ്ടുവരൂ, ഇതിലാരുടെ ചിത്രമാണ് തോന്നിട്ട്, അതൊക്കെ ഇപ്പോൾ സീസറിൻ്റെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ, സീസർക്കും ദൈവത്തിനുള്ള ദൈവത്തിനും കിട്ടും. ഈ രണ്ടും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. സീസർക്കുള്ള സീസർ കൊടുക്കണം, ദൈവത്തിനുള്ള ദൈവത്തിന് കൊടുക്കണം. സീസറും ദൈവവും തമ്മിൽ കൂട്ടിക്കുഴഞ്ഞാൽ സംഭവിക്കുന്നില്ല. മതരാഷ്ട്രങ്ങൾ എങ്ങും തന്നെ ക്ലച്ച് പിടിച്ചിട്ടില്ല, അധികം പോകില്ല. പോയാൽ തന്നെ ഹാപ്പിനെസ്സിൻ്റെ കാര്യത്തിൽ വളരെ ഹാപ്പിനെസ് ഇൻഡെക്സ് എടുത്ത് നോക്കൂ. അമേരിക്ക, പിന്നെ പാകിസ്ഥാൻ്റെ എത്ര ദയനീയമായ സ്ഥിതി. അവിടെ സമാധാനത്തോടെ മനുഷ്യൻ ജീവിക്കാൻ പറ്റുന്നില്ല. ആഭ്യന്തരമായ അനേക പ്രശ്നങ്ങളിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ പരാജയപ്പെട്ട രാജ്യം, വിജയിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിനെതിരെ നടത്തുന്ന ചില അക്രമങ്ങൾ മാത്രമാണിത്. ഇപ്പം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചോളം എന്തെല്ലാം മാറ്റങ്ങൾ നമുക്ക് ലോകത്തുണ്ടാക്കാൻ കഴിയും. ലോകരാഷ്ട്രങ്ങൾ നമ്മുടെ ശബ്ദത്തെ കേൾക്കുന്നുണ്ട്. ലോകരാഷ്ട്രങ്ങൾ നമ്മുടെ ശബ്ദം ശ്രവിക്കുന്നുണ്ട്. ഈ കാശ്മീർ പ്രോബ്ലം ഉണ്ടല്ലോ, ചരിത്രം പഠിക്കുന്നവർക്കറിയാം, ആദ്യം മുതൽ തന്നെ തലവേദനയാ. അപ്പുറത്തൊരു കാശ്മീർ, ഇപ്പുറത്തൊരു കാശ്മീർ. എന്തിനാ ഈ രണ്ട് കാശ്മീർ? ഒരു കാശ്മീർ പോരെ? അതുകൊണ്ട് പോക്കെന്ന് പറയുന്ന ഈ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന ആ പ്രദേശം പോക്ക്, അതൊരു ഫോഷ്ക. അതാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കും. കാശ്മീർ വന്നേ ഉള്ളൂ. കാശ്മീരികൾ ആഗ്രഹിക്കുന്നു അത് തന്നെയാണ്, ഇന്ത്യയുടെ ഭാഗമായി നിൽക്കാനും ജനാധിപത്യത്തിൻ്റെ വായു ശ്വസിക്കാനും അവരാഗ്രഹിക്കുന്നു. അത് ലോകത്തെല്ലായിടും അങ്ങനെ. മനുഷ്യൻ ആഗ്രഹിക്കുന്ന ജനാധിപത്യ. ഒരു സർവാധിപത്യവും അധികം നാൾ നിൽക്കില്ല. കടപുഴകി പോയിട്ടുണ്ട് എല്ലാ സർവാധിപത്യങ്ങളും. അത് അധികം നാൾ നിൽക്കാൻ കഴിയില്ല. അതിന് ചർച്ചിൽ പണ്ട് പറഞ്ഞത്, വാട്ട് ഈസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് ചോദിച്ചപ്പോൾ ചർച്ചിൽ പറഞ്ഞു, ഡെമോക്രസി ഈസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ഗവൺമെന്റ് അൻറ്റിൽ വി ഗെറ്റ് എ ബെറ്റർ വൺ. അത്ര രസകരമായ ആൻസർ അത്. ഡെമോക്രസി ഈസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ഗവൺമെന്റ് ആൻഡ് വി ഗെറ്റ് എ ബെറ്റർ വൺ. കുറച്ചുകൊണ്ട് മെച്ചപ്പെട്ട ഒരു സംവിധാനം വരുന്നവരെ ജനാധിപത്യം തന്നെയാണ് ഏറ്റവും മെച്ചപ്പെട്ട ഭരണരീതി. അങ്ങനെ ഒരു സ്വപ്നം കാണാൻ പാകിസ്ഥാനിലെ ജനതയ്ക്ക് കഴിയില്ല. ജനതയ്ക്ക് കഴിയുന്നില്ല. അതിൻ്റെ അസ്വസ്ഥതകൾ എല്ലാവർക്കും ഉണ്ട്. അത് എത്ര നാൾ മൂടി വെച്ചാലും അത് പുകഞ്ഞ് അത് വെളിയിൽ വന്നേ പറ്റൂ. ഇനി ഇതിൻ്റെ ഫലം എന്താ? എന്തെല്ലാം സർജിക്കൽ സ്ട്രൈക്കാണ് നമ്മൾ ഇനിയും കാണാൻ പോകുന്നത്? ഇന്ത്യക്ക് നോക്കിയിരിക്കാൻ പറ്റുമോ? നമ്മുടെ രാജ്യത്തിന്മേൽ നടത്തിയ കടന്നാഖണ്ഡം നോക്കിയിരിക്കുവാൻ നമ്മുടെ രാജ്യത്തിന് കഴിയുമോ? ദുഃഖകരമായ ഒരു കാര്യമാണിത്. ഇതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞെട്ടലുണ്ടാകുന്നു, ഭയമുണ്ടാകുന്നു, ഉത്കണ്ഠ ഉണ്ടാകുന്നു. പക്ഷേ നമ്മുടെ രാജ്യം സൈനികമായ ശക്തമായ രാജ്യമായതുകൊണ്ട് ചില തിരിച്ചടികളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പാകിസ്ഥാനെ താങ്ങാൻ പറ്റുമോ? കഴിഞ്ഞ യുദ്ധങ്ങളൊന്നും ഒരു താങ്ങിയിട്ടില്ലല്ലോ. ഇത് തീരെയും താങ്ങാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, എന്താണ് കശ്മീരിൽ സംഭവിച്ചത്? എന്തുകൊണ്ട് ഇപ്പോൾ ഈ ഭീകര ആക്രമണങ്ങളെ ഇങ്ങോട്ട് കെട്ടഴിച്ചു വിടുന്നു? ക്രോസ് ബോർഡർ ടെററിസം ഇവിടെ എന്തുകൊണ്ട് അഴിച്ചുവിടുന്നു? എന്ത് ടെററിസം കൊണ്ട് കടത്തിവിടുന്നു? അതിന് കാരണങ്ങൾ എന്താണ്? ഒരു കാര്യമില്ല, വെറും കണ്ണുകടി മുട്ട. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ
ശ്രദ്ധാപൂർവം കേട്ടു. അതെനിക്ക് മനസ്സിലായി. അതിനുള്ള നന്ദിയും ഞാൻ അറിയിക്കുന്നു.